ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഞാൻ പേപ്പർ വാല്യുവേഷന് പോകുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും എങ്ങനെ ഇടേണ്ടതെന്ന്. അപ്പൊ 12 പേര് എൻ്റെ താഴെ പേപ്പർ വാല്യൂ ചെയ്യാൻ ഒരു ഇതിനകത്ത് ഒരു യൂണിറ്റിൽ കാണും. അവർക്ക് ഞാൻ കൊടുക്കണം ഇത് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനായ ഞാൻ പറഞ്ഞു അതിന്റെ 3/4 അക്ഷരങ്ങൾ ഹിന്ദിയല്ലേ, ലാംഗ്വേജ് ആണല്ലോ, ശരിയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ മാർക്കും കൊടുത്തോളാം. അങ്ങനെയാ പിന്നെ മാർക്ക് വാങ്ങിച്ചോളാം. ഇപ്പൊ ഈ A+ ഒക്കെ ഇഷ്ടം പോലെ കിട്ടും. അല്ലാതെ ഉള്ള മാർക്ക്, ഉള്ള സ്റ്റാൻഡേർഡ്, ഉള്ള നോളജ് അല്ല, ചുമ്മാ വാരിക്കോരി കൊടുത്തോളൂ. ഞാൻ 3 പ്രാവശ്യം ഞാൻ ചീഫായിട്ട് പോയിട്ടുണ്ട്. കോട്ടയത്ത് പോയിട്ടുണ്ട്, ആലുവായിൽ പോയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ആലപ്പുഴ ഒരു സ്കൂളിൽ പോയിട്ടുണ്ട്. 3 പ്രാവശ്യം. അപ്പൊ അതുപോലെ തന്നെ ഇതിനും പോയിട്ടുണ്ട്, സ്കൂട്ടണി ആയിട്ടും പോയിട്ടുണ്ട്. 10th SSLC എക്സാമിന് അത് വേറെ സ്കൂളിലെ ആള് വരണമല്ലോ, അവിടുത്തെ HM കൂടാതെ വേറെ സ്കൂളിലെ ആൾ കൂടെ വന്ന് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുക്കുക, ഓപ്പൺ ചെയ്യുന്നതും കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഞാൻ 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പൊ നമുക്കിതിന്റെ റൂൾസ് ഒക്കെ കുറെയൊക്കെ അറിയാം, എങ്ങനെ ഇവിടെ ഗവൺമെന്റിൽ നമുക്ക് തരുന്ന റൂൾസ് എങ്ങനെ വേണം. അപ്പം മാറ്റങ്ങൾ വന്നത് എവിടൊക്കെയാണെന്ന് നമുക്കിപ്പോൾ അറിയാം. ആദ്യമൊക്കെ ആണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഞങ്ങൾക്ക് 1-2 പേർക്ക് തരുമായിരുന്നു സൂപ്പർവിഷൻ. അപ്പൊ തരുമ്പോ പിന്നെ തോറ്റ കുട്ടികൾ 2ാമത് മാർക്ക് എക്സാം എഴുതുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഫെയിലായിട്ടുള്ളവർക്ക് മാത്രമായിട്ട് ഒരു ഹാള് കൊടുക്കും. അത് നമ്മുടെ സ്കൂളിലെ കുട്ടികളാണ് കൂടുതൽ. എന്ത് കോപ്പിയടിയാന്നല്ലേ, കോപ്പിയടി എന്ന് പറഞ്ഞാല് അന്നൊക്കെ റൂളിന്റെ പുറത്തല്ലേ, ആദ്യം നമ്മൾ ജോലിക്ക് പോയി റൂള് അതിന്റെ പുറത്തല്ലേ, ഇങ്ങനെ ചുരുട്ടി എവിടൊക്കെയാ വെച്ചേക്കുന്നറിയാം. അത് വലിച്ച് ഇങ്ങനെ എടുത്ത് ഇവിടെ നിന്ന് എടുക്കും, അവിടെ നിന്ന് എടുക്കും. ഡബിൾ കൊടുക്കുക പാൻ്റ് ഇടുന്നതിന് പകരം. ഡബിളിനപ്പോ കനക്കുറവല്ലേ, അതിന്റെ അടിയിൽ ഇത് ഇങ്ങനെ മുട്ടുസൂചി കൊണ്ട് പിൻ ചെയ്ത് വെച്ചിരിക്കുക. എന്റെ മുണ്ട് ഇങ്ങനെ മാറ്റിയിട്ട് അതിൽ നോക്കി എഴുതുന്നു. ഇത് ഞാനൊക്കെ അത് പിടിച്ചിട്ട് പറഞ്ഞു, ടീച്ചറിന്റെ കുട്ടികളല്ലേ, ഉണ്ടല്ലേ ആ സ്കൂളിൽ തന്നെയല്ലേ കുട്ടികൾ. അപ്പൊ നമ്മളത് മിണ്ടാതിരുന്നിട്ട് അവനെ കോപ്പിയടിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ സമ്മതിച്ചില്ല, പിടിക്കും. ആകെ ആളെ കുറവാണെങ്കിലും അതിനൊക്കെ സ്ട്രിക്റ്റ്. ഞാനത് പിടിക്കും. ഞാൻ പറയും ഇത് സ്കൂട്ടറിനെ കാണിക്കും. ഞാൻ അന്ന് ഇത് ഇൻവിജിലേറ്ററാണ്. അപ്പൊ അയ്യോ എന്റെ ജീവിതങ്ങളെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പിന്നെ എഴുതാനൊക്കത്തില്ല, വേറെ ഒരു 3 ചാൻസ് ഉണ്ടായിരുന്നു, അറിയാവുന്ന എഴുതിട്ട് പോകുന്നത്. അപ്പൊ അവനൊക്കെ ഒരു നമ്പൂതിരി എന്നൊരു കുട്ടിയുണ്ട്, അവൻ പറയാം എന്റെ ജീവിതത്തിന്റെ ഫ്യൂച്ചറാ പോകുന്നത്, ടീച്ചർ മിണ്ടാതിരുന്ന് 5 വർഷം ജയിലിക്കും. മിണ്ടാതിരിക്കാനാ പറയുന്നത്. നേരായ വഴി കൂടി പഠിച്ചിട്ട് വല്ലതൊക്കെ എഴുതി നിന്റെ ഫ്യൂച്ചർ നോക്കിയാണ്. ഇവർക്കൊക്കെ വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ വെളിയിലിറങ്ങിയാൽ നമ്മൾ വല്ലതൊക്കെ ചെയ്യും. ആ സമയത്ത് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ പിന്നെ അതിനേക്കാൾ കൂടുതലായിരുന്നു. ഇപ്പോഴത്തെ ടീച്ചർമാർ പറയുന്ന കേട്ടല്ലേ സ്കൂളിൽ ജോലിക്കേ പോകണ്ടെന്ന്. കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ പേടിയല്ലായിരുന്നു, ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് അതിനെ നമുക്ക് അയ്യോ അതേ വരുന്നു എന്ന് പറഞ്ഞുള്ള ആ ഒരു പേടിയല്ല. എല്ലാവരോടും നമ്മൾ അങ്ങനെ ഒരു വാത്സല്യ സ്നേഹം കാണിക്കുമായിരുന്നു കുട്ടികളോട്. അത് എന്തോ അങ്ങനെ ഒരു രീതി ആയിരുന്നു. അതൊക്കെ ആയിരിക്കും ഇപ്പോഴും എല്ലാവരും സന്തോഷമായിട്ടൊക്കെ പറയുന്നത്. അതിപ്പോ മാത്സ് ടീച്ചറൊക്കെ ആണെങ്കിൽ അവർക്ക് പേടിയാ ടീച്ചർ വരുന്നത്. അപ്പൊ ഭയങ്കര അടിയാവും. അപ്പൊ അടി പേടിച്ചിട്ട് മാത്സ് പഠിച്ചുകൊണ്ട് വന്നില്ല. അത് നല്ലത് തന്നെ, ആ പേടിയോടുകൂടി പഠിച്ചോളൂ. ചീത്തയാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഈ കാലത്ത് പക്ഷെ വടി കണ്ടാല് അത് കയ്യിലേക്ക് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് കയറും. ഇപ്പൊ അങ്ങനെയുള്ള ശിക്ഷിക്കാനൊന്നും പറ്റത്തില്ല ആരെയും. അപ്പൊ അമ്മൂമ്മ ടീച്ചർ ആയിരുന്നപ്പോഴും ഇവര് സ്കൂളിലുള്ളപ്പോഴും അമ്മൂമ്മയ്ക്ക് വിശേഷമൊക്കെ കിട്ടുമായിരുന്നു, മക്കൾ ഇങ്ങനെ ചെയ്തു, മക്കൾ അങ്ങനെ ചെയ്തു എന്നൊക്കെ? നല്ല മാർക്കൊക്കെ വാങ്ങിക്കുന്നതിന് ടീച്ചർമാര് പറയും. സയൻസിന്, മാത്സിന് ഇതൊക്കെ എനിക്ക് ഫസ്റ്റ് കിട്ടുമായിരുന്നു. സയൻസ് സബ്ജക്റ്റ് 3
അതുപോലെ തന്നെ മാത്സ്. ഗീതയ്ക്ക് മലയാളത്തിനും ഒക്കെ കിട്ടുമായിരുന്നു. അവൾക്ക് കുറവൊന്നും പറയാനില്ല. ഹിസ്റ്ററി ജോഗ്രഫിയോട് വലിയ താല്പര്യമില്ല. ബാക്കി എല്ലാത്തിനും അത് ടീച്ചേഴ്സ് ഒന്നും വന്നിരുന്നു പറയല്ല. ഈ നമ്മളെ മാർക്കൊക്കെ കൊടുത്തു കഴിയുമ്പം നമ്മൾ എല്ലാവരോടും പറയത്തില്ലേ, ആ കുട്ടി നല്ലതാ, ഈ കുട്ടി അങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ കേൾക്കാം. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അമ്മുമ്മ പഠിപ്പിച്ചിട്ടുണ്ടോ രണ്ടുപേരും ക്ലാസ്സില്? ഞാൻ എടുക്കത്തില്ല. ആഹാ. നമുക്ക് ഇത് സബ്ജക്റ്റ് ഒക്കെ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ മക്കൾ രണ്ടുപേരും ഇരിക്കുന്ന ക്ലാസ്സിലേക്ക് എനിക്ക് ഡ്യൂട്ടി ഇടരുത്. എന്താ അത് കുട്ടികൾക്ക് ഇഷ്ടമില്ല. അമ്മ വന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ പഠിപ്പിച്ചിട്ടില്ല. വീട്ടിലും വലുതായിട്ട് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ സംശയങ്ങളൊക്കെ ചോദിച്ചാൽ അടുക്കളയിലെ ജോലിക്കിടയിൽ പറഞ്ഞു, അല്ല അതിനായിട്ട് വേറെ ഇരുത്തത്തില്ല. അതേ അടുത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ വന്നാൽ ഞാൻ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു. ഈയിടെ ആരായിരുന്നു, ശോഭാക്കാന്ന് പറഞ്ഞിട്ട്, അവൾ ഈയിടെ എന്നെ വിളിച്ചിട്ട് വോയിസ് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ പറയായിരുന്നു, ചേച്ചി ഞാൻ എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കാനായിട്ട് ഗ്രാമറിന്റെ എഴുതി നോക്കുമ്പോൾ അടുക്കളയിൽ കിച്ചണിൽ പണി ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഓരോന്നും പറഞ്ഞത് ഇന്ന് എൻ്റെ മനസ്സിലുണ്ട്. ചേച്ചി എന്നെ പഠിപ്പിച്ചു. അല്ല ക്ലാസ്സിൽ ഞാൻ പോയിട്ടില്ല. അപ്പം ഡൗട്ട് ചോദിച്ച് വരുമ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ പ്രത്യേക സമയം കണ്ടെത്തത്തില്ല. എൻ്റെ പപ്പടം കാച്ചും അല്ലെ മീൻ വറക്കും ഒക്കെ ചെയ്യുന്നതിനിടയിലായിരിക്കും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതൊക്കെ ഇന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ തന്നെ മറന്നുപോയി ഞാൻ എന്താ പഠിപ്പിച്ചേ, നമ്മൾ ഓർക്കാം. അപ്പൊ അവള് പറയുന്നത് ലഗ് സത്യ ചുക്ക്, അവള് എഴുതിക്കുക. ലഗ് സത്യ ചുക്കിന്റെ സഹായക്രിയകളിലേക്ക് പ്രയോഗങ്ങൾ എങ്ങനെയാ, എൻ്റെ റൂളുകൾ എന്നെല്ലാം പറഞ്ഞു. ഇന്ന് ഞാൻ മറന്നിട്ടില്ല. രണ്ടിച്ച് നല്ല സിമ്പിളായിട്ട്, അതായത് ഞാൻ ദേഷ്യപ്പെട്ടല്ലല്ലോ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ കോളേജിൽ പോയപ്പോഴും എനിക്ക് അതിൻ്റെ പ്രഭാവത്തിൽ അവളുടെ അമ്മ മലയാളം ടീച്ചർ. മലയാളം അല്ല ഞാൻ എടുത്തത്, ഞാൻ ലാംഗ്വേജ് എടുത്ത ഹിന്ദിയാ. ഹിന്ദിയോട് അത്രയും സ്നേഹം ഉണ്ടാക്കി ചേച്ചി എന്നെ പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവൾ ഇപ്പൊ അതേ നാളായില്ല എനിക്കൊരു ഇത് നമ്മുടെ ഇത് വായിച്ചിട്ട് അതിനെ കുറിച്ച് നല്ല അഭിപ്രായമായിട്ട് പറഞ്ഞിരിക്കുന്നു. അമ്മ, ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മമ്മിയും പേരമ്മയും ഒക്കെ ചെറുതായിരുന്നപ്പം തമ്മിൽ അടിയൊക്കെ കൂടുമായിരുന്നോ അതോ ഒത്തിരി സ്നേഹമായിരുന്നോ? അടി കൂടുക എന്ന് വെച്ചാൽ അങ്ങനെ വലിയ അടി കൂടലും ഇല്ല. എന്നാ വലിയ ഒന്നുമില്ല. അനിയത്തി എന്ന് പറഞ്ഞ വളരെ സ്നേഹമാണ് ചേച്ചിക്ക്. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അത്ര ഒരു മടി. കുഴപ്പമില്ലായിരുന്നു രണ്ടുപേരുമായിട്ട്. പിന്നെ എൻ്റെ ചേച്ചി എൻ്റെ അനിയത്തി എന്നുള്ള പറച്ചിലൊന്നും ഇല്ല. പിന്നെ വഴക്കും ഇല്ല. അങ്ങനെ വലിയ സ്നേഹപ്രകടനങ്ങൾ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ 4-5 വയസ്സിന് എളുപ്പമുണ്ടല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു കാരണസ്ഥാനം ചേച്ചിയാണ് എന്നുള്ള രീതിയിലാണ് ചേച്ചി നിൽക്കുന്നത്. അല്ലാതെ വലിയ കുഴപ്പമായിട്ടുള്ള നമുക്ക് വഴക്ക് തീർക്കാൻ ചെല്ലേണ്ട ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി. അങ്ങനെ വഴക്കിടുന്നില്ല. അതുകൊണ്ടാണ് ഇത് തന്നെത്താൻ ഇരുന്ന് കളിച്ചോളും. കൊച്ചവള് തനിയെ ഇരുന്ന് എന്താ അതിനൊരു പേരുണ്ടല്ലോ, ഈ മണ്ണിന്റെ അടിയിലൊക്കെ ഉള്ള കുഴിയാന, അതിനെ വരെ തോണ്ടിയെടുത്ത് അതിനോടൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നു. അതിങ്ങനെ ഭിത്തിയുടെ ഇറമ്പിലൊക്കെ ഇരിക്കത്തില്ലേ, അതിനെയൊക്കെ തോണ്ടിയെടുത്ത് ഈർക്കിലുകൊണ്ടൊക്കെ തോണ്ടിയെടുത്ത് കളിച്ചോണ്ടിരിക്കും. അപ്പൊ വഴക്കെന്നുള്ള ഒരു കാര്യം അവിടെ വരുന്നേ ഇല്ലല്ലോ. തന്നെത്താൻ കളിച്ചോണ്ടിരിക്കും. ആഹാരത്തിനാണെങ്കിലും വലിയ നിർബന്ധങ്ങളൊന്നും ഇല്ല. മറ്റവര് നോക്കിക്കോളൂ. അത് ആ സമയാസമയത്ത് അവര് നോക്കിക്കോളൂ. അപ്പൊ വലിയ കുഴപ്പമില്ല. അച്ഛൻ അപ്പൂപ്പൻ വിളിക്കുന്നത് ഇവളെ വിളിക്കുമ്പോ അനി അനി ഇങ്ങനെ വിളിക്കുമെന്ന്. അതാ ഗീത പറയുന്നത്. എന്നെ അച്ഛൻ വിളിക്കുമ്പോ ഗീത എന്ന് വിളിക്കും. അവളെ വിളിക്കുമ്പോ വളരെ വാത്സല്യമായിട്ടൊക്കെ അനി. അപ്പൊ അച്ഛന് കൂടുതൽ ഇഷ്ടം അവളെയാ, എന്നെ അല്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള പ്രത്യേകതകളൊന്നും അച്ഛനമ്മമാർക്ക് ഉണ്ടാകത്തില്ല. കുട്ടികൾക്ക് ചിലപ്പോൾ തോന്നും. എന്നുവെച്ചാൽ പറഞ്ഞ ഉടനെ തന്നെ അനുസരിക്കാതിരുന്നാൽ അവരോട് ദേഷ്യമായിട്ട് ആ കുട്ടിക്ക് തോന്നും. പക്ഷെ അങ്ങനെ വല്ലതും ഉണ്ട്? പഠിത്തത്തിന് വേണ്ടി വഴക്ക് പറയേണ്ടി വരുന്നേ ഇല്ല. മാർക്ക് കുറഞ്ഞെന്നോ അല്ലെ പഠിക്കുന്നില്ല എന്നോ അതിന് രണ്ടു മക്കളെ ഒന്നും പറയേണ്ടി വരുന്നില്ല. അവർ പഠിച്ചോളും. അവരുടെ ഡ്യൂട്ടിയാ പഠിക്കുകയും പരീക്ഷയ്ക്ക് പോലും ഇതെല്ലാം കൊണ്ടുവരുന്നതൊക്കെ. എനിക്ക് 500 മുകളിലോട്ട് പോയി. മറ്റവർക്ക് 478. ഇതൊക്കെ ഓർക്കുന്നു അമ്മൂമ്മ. അപ്പൊ അതാണ്
ടൗണില് സെക്കൻഡ്. ഉം. ആ ഒരു +2 കൂടി കിട്ടി ഫസ്റ്റ് കിട്ടി കുട്ടിക്ക്. 2 മാർക്കിന്റെ ഡിഫറൻസ് ഉള്ളായിരുന്നു. അങ്ങനെ അപ്പൊ സ്കൂളിലെ ഫസ്റ്റ് രണ്ടുപേരുമായി. പേപ്പറിലൊക്കെ ഫോട്ടോ ഒക്കെ വന്നായിരുന്നോ? അന്ന് അത്രയില്ല. ഇല്ല അല്ലേ? അയ്യോ. ഇപ്പഴായിരുന്നെങ്കി വന്നേനെ. രണ്ടുപേരുമായി തീർച്ച. അന്ന് ഇത് ഡിസ്ട്രിക്ട് അല്ല ടൗൺ ഏരിയ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ 3 പേരുടെ ഫോട്ടോ വന്നു. ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അതിൽ സെക്കൻഡ് ആയിട്ട് ഗീതയുടെ വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും അവിടെയൊക്കെ മാറി ഒരുപാട് മാറ്റങ്ങൾ വന്നു മാർക്കിന്റെ. ഇപ്പൊ ഇവക്ക് 510 506 ഉണ്ടെങ്കിൽ 520 540 ആയിരിക്കും ഫസ്റ്റ് സെക്കൻഡ്.